ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് പൈസ എടു നമ്മളൊരു രസത്തിന് വേണ്ടി ഇന്ന് കളിക്കാൻ വേണ്ടി രസത്തിന് ചീട്ടുകൾ ഞാൻ പറയുന്നതാണ്. അച്ഛാ ഞാൻ അവിടെ ചുമ്മാ ഇരിക്കായിരുന്നു. അപ്പൊ അണ്ണനാണ് പൈസ വെച്ച് ചീട്ട് കളിക്കാന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത് നിന്നോടൊക്കെ ഇവിടെ ചീട്ട് കളിക്കാൻ? ഇല്ല ഞാൻ പറയട്ടെ, കാര്യം ഞാൻ പറയട്ടെ. ഇങ്ങനെ മാറി അച്ഛാ, ഞാനേ ഇങ്ങനെ മാറാ. ഞാന് തെങ്ങിന് തടവെടുക്കാൻ വേണ്ടി മൺമാട്ടി കൊണ്ട് പോവായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ പോകണം ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇടയിൽ അണ്ണാ ഞാൻ തെങ്ങിന് തടവെടുക്കിട്ട് നീ എന്തിന് തമ്പി അദ്ദേഹം കൂടെ ഉണ്ടല്ലോ തടവെടുക്കുക, നീ മര്യാദയ്ക്ക് കൊടുത്ത് ചീട്ട് കളിടാന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ ചീട്ട് കളി കാര്യത്തിൽ. നിന്റെ അണ്ണനെ വിളിക്കുന്നു പറഞ്ഞു ചീട്ട് കളിക്കാൻ. അണ്ണനാണ് പറഞ്ഞ കളിക്കാന്ന് വിളിച്ചോണ്ടുന്നത്. അച്ഛാ ഞാൻ വന്നപ്പോ ഇവർ രണ്ടും കൂടെ കളിച്ചോണ്ടിരിക്കണ്. അല്ല ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇല്ല അച്ഛാ കള്ളം പറയണത്. അതുപോലെ പൈസ വെച്ചാൽ നമ്മൾ കളിക്കാം. ഞാൻ പറഞ്ഞ പൈസ വെച്ചോ വേണം ടൈം പാസ് വേണ്ടി കളിക്കാം. പക്ഷെ പൈസ വരെ ഇപ്പൊ എടുത്ത് വെച്ചിരിക്കുന്നു. പൈസ നീ ഒറ്റ ഒരുത്തരായി ഇവരെ കൂടെ വഷളാക്കുന്നു. ഇവിടെ ഈ വീടിന്റെ മുന്നിൽ ഇരുന്ന് ചീട്ട് കളിച്ചിട്ട് ഇതോടെ നശിപ്പിക്കാനാണ് നിന്റെയൊക്കെ ഭാവം. നിന്നോടൊക്കെ ആരാണ് പറഞ്ഞു ഇവിടെ ചീട്ട് കളിക്കാൻ? അച്ഛൻ പണ്ട് രാമമാമനായിട്ട് ഇവിടെ ചീട്ട് കളിക്കുന്നത്. അത് പറമ്പിരുന്നല്ലേ? പറമ്പിൽ കളിക്കാൻ പോലെ മൊത്തം ചാണാമാരിട്ടേ അതിന്റെ പുറത്ത് തന്നെ കളിക്കുന്നത്. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രമായോ? ഇങ്ങോട്ട് പറയില്ല. ഇവിടെ പറയോ നിന്നോടാ പറഞ്ഞത് ഇങ്ങോട്ട് പറയില്ല. നീ ആരുടെ കർണനോ കുണ്ടറ തൂക്കി നിൽക്കാൻ ഇവിടെ ഇരിക്കുന്നത്? ഇടറാ ഏത്തത്തിനൊക്കെ ഭയങ്കര പാളയങ്ങളാണെങ്കിൽ മാറ്റം ഏത്ത ഇടറാ അങ്ങോട്ട്. എത്ര ഇടണം? 100 വല്ലതും കുറയോ? 101 ഗണപതി തേങ്ങ അടിക്കണം. 101 101 പറഞ്ഞു ഇടറാ അങ്ങോട്ട്. അങ്ങോട്ട് ഇറങ്ങി താഴെ ഇറങ്ങി ഇടറാ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ? ആ ഇട പറഞ്ഞിട്ടില്ല. ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണം. ഇടറാ അങ്ങോട്ട്. ഇത് ഡിസ്റ്റർബൻസ് ആണ്, ഇത് മാറ്റിട്ടിട്ടാ. ഇത്ര നേരം ഇവിടെ കളിച്ചപ്പോ നിനക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നല്ലോ. അത് ഇട്ടോണ്ട് ഇട്ടാ മതി. ഇടറാ അങ്ങോട്ട്. ഇടറാ അങ്ങോട്ട്. നല്ലോണം അങ്ങോട്ട്. അമ്മ വിളിക്കുന്നു. അവൻ പോയോ? അവന്റെ ഏത്തം കൊണ്ട് നിങ്ങൾ ഇട്. നിങ്ങൾ രണ്ടുപേരുടെ ചേർത്ത്. ഞാൻ അവിടെ ചുമ്മാ ഇരിക്കായിരുന്നില്ല അച്ഛാ. അതുകൊണ്ടാ പറയുന്നത് രണ്ടുപേരുടെ ചേർത്ത് ഇടറാ അങ്ങോട്ട്. എന്നെ വിളിക്കണ അമ്മ. നിന്റെ അമ്മ വിളി. ഇടറാ ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി. അമ്മ ഇവിടെ പുളിശ്ശേരി ആണോ സാമ്പാർ ആണോ? നിന്നെ അങ്ങോട്ട് വരുന്നത് പുളിശ്ശേരി ആക്കുന്നുണ്ട്. നിന്നെ ആ തുടങ്ങിക്കോ. ഞാൻ അവിടെ ചുമ്മാ ഇരിക്കായിരുന്നു, കളിച്ചില്ല. അത് ചുമ്മാ ഇരിക്കായിരുന്നോ? ചുമ്മാ ഇരുന്ന് നേരത്തെ അങ്ങോട്ട് ഇട്ടോ. കളിച്ചില്ല. ഒന്ന് കുറയ്ക്കാം. 100 ഇട്ട് കഴിക്കും. എന്നിട്ട് ഞാൻ എത്ര കുറയ്ക്കണം തീരുമാനിക്കാം. കുഞ്ഞിനെ കുത്തി കാണിക്കുന്നു. നീ മേടിക്കും കേട്ടോ. ഈ സാധനം മുഴുവൻ എടുത്ത് കത്തിച്ച് കളഞ്ഞോണം. ഏത്ത ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞോണം. ഇവിടെങ്ങും കണ്ടുപോരുത്. ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗതമാം മനസ്സിലണിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഇല്ലേ എത്ര വർഷമായി എങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു സ്വപ്നം കാണാനുള്ള കാരണം? എന്റെ സുധേ ഇപ്പൊ വിളിച്ചോണ്ട് വരുന്ന മിണ്ടായി. എന്റെ ജോലിയായി ചുമ്മാ വെറുതെ അപ്പൊ എന്താ ഇവിടെ ഇരിക്കണ? ഞാൻ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഞങ്ങള് കണ്ട്. സത്യം പറ അപ്പൂപ്പ,
അപ്പൂപ്പിന് അമരവേളയിൽ അമ്മൂമ്മയുടെ നോട്ടുണ്ടായിരുന്നു. കല്യാണം വരെ തീരുമാനിച്ചു വെച്ചതല്ലേ? പിന്നെ എന്താ അമ്മ സമ്മതിക്കാഞ്ഞ്? അത് അമ്മൂമ്മക്ക് കൂടെ തോന്നണ്ടേ, അങ്ങോട്ട് മാത്രമല്ല, അത് വൺ വേ ആയിരുന്നു. പാടാ, ചില സാഹചര്യങ്ങൾ നിർത്താതെ നടക്കാതെ പോയി, അതേ ഉള്ളൂ. മക്കളും കൊച്ചുമക്കളുമായിട്ടും പ്രണയം. മക്കളെ, എത്ര വയസ്സായാലുണ്ടല്ലേ പ്രണയത്തിന് അങ്ങനെ കണ്ണും മൂക്കൊന്നുമില്ല. മരിക്കുന്നത് വരെ പ്രണയിക്കാം. അതാണ് യഥാർത്ഥ പ്രണയം. അത് മനസ്സിൽ നിന്ന് പോവുകയില്ല. മനസ്സിലായ? എങ്കിലും എന്റെ സുഖേ കിട്ടാതെ പോയാലും ഇപ്പോഴും അപ്പൂപ്പന് പ്രയാസമുണ്ട് മക്കളെ. നീ പറയണ്ട, അപ്പൂപ്പൻ നിങ്ങടുത്തായോണ്ട് പറഞ്ഞത്. അവൻ പറയുന്നു. ഞാൻ പറയില്ല, സത്യമായിട്ടും പറയില്ല. അതെ, പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവക്കറിയാം. അല്ല, ഈ ഞാൻ ഇങ്ങനെ പണ്ട് പ്രേമിച്ച കാര്യങ്ങളൊക്കെ അതിപ്പോ പറഞ്ഞാലും കുഴപ്പമില്ല. അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവള് എന്നെ ചിലപ്പോ 10 പള്ളു പറയുമായിരിക്കും. അപ്പൊ പിന്നെ സാരമില്ല. പോയി പോവാ മക്കളെ. ഇത് കളയല്ലേ? അല്ല, കൈ പിടിച്ചോ, നല്ല ഭംഗിയുണ്ട്. ശരി, ഇരിക്കട്ടെ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, മനസ്സിൽ പാതി പകർത്തു തരൂ. പാതിയല്ല, ഫുള്ളായിട്ട് വരും തങ്കമ്മ. തങ്കത്തിന്റെ പേരൊന്നും പറഞ്ഞോളൂ കേട്ടോ. എടാ കേശു, കുഞ്ഞിന്റെ ഹോർലിക്സ് എടുത്താ? ഞാൻ നിക്കണ്, തട ഹോർലിക്സ് ആണെന്ന് പറ കുഞ്ഞിന്റെ. അച്ഛനോട് പറഞ്ഞു കൊടുക്കാം നമുക്ക്. അച്ഛാ, പാലേ, കൊച്ചിന്റെ ഹോർലിക്സ് ആ കേശു എടുത്ത് കഴിച്ചെന്നേ. ആര്? കൊച്ചിന്റെ ഹോർലിക്സ് കേശു എടുത്ത് കഴിച്ചു. കേശു കഴിച്ചാ? മക്കള് കണ്ടാ? എടുത്തോണ്ട് പോയാ? അമ്പ കൊടുക്കട്ടാ അവന്? അടി കൊടുക്കട്ടാ? പിന്നെ ആരൊക്കെ കഴിച്ചു ഹോർലിക്സ്? ശിവ കഴിച്ചാ? ആനി കഴിച്ചാ? എത്ര എടുത്തു ഹോർലിക്സ്? അമ്മൂമ്മയും കഴിച്ചാ? ബാലുവിന്റെ അമ്മ കൊച്ചിന്റെ ഹോർലിക്സ് ഒക്കെ എടുത്ത് കോടതി പിരിച്ചുവിട്ടിരിക്കുന്നു. എത്ര സ്പൂൺ കഴിച്ച്? മക്കളെ ഹോളിക്സാ? മക്കൾ കണ്ടാ? വിളിക്ക, അപ്പൂപ്പന് വിളിക്ക്. ഹോർലിക്സ് തരാൻ പറ. വിളിക്ക, അപ്പൂപ്പാന്ന് വിളിക്ക്. അതെ, കുടിക്കോ? ഇല്ല ഇല്ലെന്ന് പറ. കുഞ്ഞിന്റെ പാല് അച്ഛൻ അടിച്ചു മാറ്റും. കള്ളി അച്ചടിച്ചു മാറ്റോ? സുരേന്ദ്ര, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. എടുത്തോണ്ടിരിക്കല്ലേ പിന്നെ. സുരേന്ദ്ര, നിനക്ക് പണ്ടത്തെ വലിയ ഉഷാറൊന്നും ഇല്ലല്ലോ. എന്ത്? അതവിടെ കലിപ്പിക്കത്തല്ലേ ഉള്ളൂ. ഇവിടെ കയറി ചെയ്ത് നോക്കണം, അപ്പൊ അറിയാൻ വേദന എന്താന്ന്. നീ അവന്റെ കൂടെ ചേർന്ന് ഇങ്ങനെ ആയാളെ. നീ ഏറാ ഞാൻ സംസാരിക്കുന്ന കാര്യം സാധനമാണ്. അയാൾ അങ്ങനെയൊക്കെ പറയും. വേണ്ടേ, നിങ്ങൾക്ക് വേറെ ജോലിയില്ല ഈ കടയിൽ സാധനം വാങ്ങിക്കാൻ. അപ്പുറത്തെങ്ങാനും കടയിൽ പോയി പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ പോവാം. ഉമ്മാര് സാധനവും തരൂല. ആവശ്യമില്ല ഭ്രാന്തിയാച്ചി. ഉമ്മാടാ അണ്ണാ, ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ കഞ്ഞി പാറ്റിയിടല്ലേ. അണ്ണ ഒന്ന് പൊക്കെ, ഒന്ന് പോത്താ ചെലു പോ. മൊട്ടത്തലയ മുതലാളിയും ആട്ടുംപുഴിക്ക തിരിച്ചറിഞ്ഞൂടാത്ത ഒരു ജോലിക്കാരനും എന്ത് പോയില്ല അവിടെ. മുട്ട നോക്കൂ, ഒറ്റ അടി അടിച്ചാൽ അണ്ണാ, മുട്ട എറിഞ്ഞ പൊട്ടൂല, ഇത് വെച്ചെറിഞ്ഞു. സവാള എടാ പൊന്നാടാ പൊന്ന്, എത്ര രൂപ വിലയെന്ന് അറിയടാ. സാധനം കൊടുത്തു വിടാ അവർക്ക്. സാധനം കൊടുത്ത് വിടുവല്ലേ? കൊടുക്കണ മര്യാദക്കല്ലണ. ഹലോ, എന്താ ഇവിടെ തപ്പണത്? കരിപ്പട്ടി കരിപ്പട്ടി ഇവിടെ എലിപ്പട്ടി ഉണ്ട്, അത് വേണം. കരിപ്പട്ടിയാ? മൂല കാണാ കരിപ്പട്ടിയാണ് ഉണ്ടോ? കരിപ്പട്ടി കൊടുക്കാം. പഴയ ഒലിപ്പീര് അങ്ങനെ വെട്ടി തിരിച്ചളയും നിങ്ങളെ. ഇത് കൊണ്ട് വിട്ടോ. ശരി, ഞാൻ പാട്ടാ. ഞാൻ ചുമ്മാ അറിഞ്ഞാണ് കേട്ടോ. സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചോളണം. നമ്മളെ പയ്യനാണ് കേട്ടോ. ചേച്ചി എന്നാ ചേച്ചി എല്ലാം കൂടി 740 രൂപയാ. പറ്റിലെഴുതിക്കാം. ശരി ശരി. ആള് പാവമാണല്ലേ പുള്ളി, ശങ്കരാണ്. പിന്നല്ലാതെ നമ്മളെ അണ്ണയല്ലേ. ചായ വേണോ? ചായ വേണോ? നിനക്ക് ചായ കുടിക്കണം ആ, പറഞ്ഞാൽ മതിയല്ലേ.
ഞാൻ മേടിക്കും അണ്ണന് വേണം പറഞ്ഞ മാച്ചോണ്ടോ 2 സുഖീനും കൂടെ മേടിക്കും ഞാൻ ഏയ് സുധേ ഇങ്ങോട്ട് വാ നീ വാ എന്തേടാ അവിടെ നിറയെ പണി നടക്കുന്ന അടുക്കളയിൽ എന്താണ് നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് ചുറ്റി തിരിയണ നമ്മൾ എന്ന് ഏകനായി ഇടക്കയില്ലേ അപ്പൊ തങ്കോ അവളെ കാര്യമൊന്നും പറയണ്ട ആ നമ്മൾ വിചാരിക്കണമെന്ന് നടക്കുന്നത് വേറെ അയ്യോ ശങ്കര അതാണ് ജീവിതം സുധേ നമ്പ്യാർ പോകണ്ട എമ്മൻ നമ്പ്യാരാ എടാ അത് നമ്പ്യാരല്ല നന്ദ്യാർ വട്ടം അത് ആ അത് പറിച്ച് അത് സന്ധ്യക്ക് പറിച്ച് പിള്ളേരെടുത്ത് പറയാൻ കേട്ടോ ഞാൻ പറയണ കേള് സുധേ ഇളക്കി വെക്കാനല്ലേ അല്ലല്ല അത് പറിച്ച് മാല കെട്ടി നിന്റെ തലയിൽ വയ്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ട് അച്ഛോ അതിന്റെ അടുത്തൊരു ചുമന്ന പൂ നിക്കണണ്ട ആ അത് പറിച്ച് നിന്റെ ചെവിയിൽ വെക്കാനുള്ള നേരമായി നിനക്ക് ഉച്ച പ്രാന്താണടാ ചെമ്പരത്തി പോലെ ആ അത് ചെമ്പരത്തി പോവണ്ട അയ്യോ ഇനിയും നിന്റെ മോഹം ഒന്നും തീർന്നില്ല ശങ്കര നീ വയസ്സായി ഞാനും വയസ്സായി നീ കല്യാണം കഴിച്ചു ഞാനും കല്യാണം കഴിച്ചു മനസ്സിലായല്ല ഇനി നമ്മൾ സഹോദരങ്ങളാണ് അല്ല നിന്റെ പണ്ടത്തെ മോഹമൊന്നും കൊണ്ട് നടക്കരുത് ഇനി എന്നെ വിളിച്ച എന്നാലും അല്ല ഈ ചെമ്പരത്തി ഭ്രാന്തന്മാരൊക്കെ ചെമ്പട്ടികളൊക്കെ ചെമ്പരത്തി പൂവാ കാത് വയ്ക്കണത് വേറെ എത്രയോ പൂക്കളുണ്ട് ജമീന്തിയുണ്ട് പുറ്റിയുണ്ട് മുല്ലയുണ്ട് ഈ ചെമ്പരത്തി പൂ മാത്രം ഇങ്ങനെ കാത് വയ്ക്കുന്നത് അല്ല അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കും സുധേ അങ്ങ് പോയാ അവളെ എൻ്റെ ഇടയ്ക്ക് ഇല്ലേ ഏയ് സുധേ ഇനി ശിവാനി ഒരു പാട്ട് പാട് അമ്മ ഇംഗ്ലീഷ് മീഡിയമാണ് ഞാൻ പഠിപ്പിക്കണേ പക്ഷെ എന്റെ മോള് തനി നോക്കളെ നമ്മൾ മലയാളിത്വം ഉള്ളത് റെഡി 1 2 3 4 എല്ലാരും ചെല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണി നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യാ അടുത്തായി കേശുട്ടന്റെ മിമിക്രി എന്താടി ഈ ശങ്കര എന്തോന്ന് ചെയ്തെന്നറിയാമോ എന്തോന്ന് ആ അടുക്കള ഭാഗത്ത് നിന്ന് എന്റെ അടുത്ത് വന്നതാ നോക്ക് കട്ടയ്ക്ക് കാലും നീട്ടിയിരിക്കണം എന്നിട്ട് ഈ എന്തോന്നോ കുത്തിക്കുറിച്ച് സാധനം കൊണ്ട് തന്നിരിക്കണം ലവ് ലെറ്റർ ആണ് പോലും ലവ് ലെറ്ററാ ഒന്ന് നിങ്ങൾ എന്തോന്ന് എഴുതി കുഞ്ഞമ്മയ്ക്ക് കൊടുത്തത് എന്തോ എഴുതിയത് നിങ്ങള് നിങ്ങൾ തന്നെ എഴുതിയത് എന്റെ പ്രിയപ്പെട്ട സൗദം സൗദം മാറിയാനാ അറിയാനാ എന്റെ ഹൃദയ സരസിലെ പ്രാണി പുഷ്പമേ എടാ പ്രണയ പുഷ്പമേ നീ എന്നിൽ നിന്ന് അലമ്പാലും നീ എന്നിൽ നിന്നും അകന്നാലും ഞാൻ നിന്നിൽ നിന്ന് ഹല്ലേലൂയ എടാ ഞാൻ നിന്നിൽ നിന്നും അകലൂല അതിനാണ് ഹല്ലേലൂയ എന്ന് എഴുതി വെച്ചേക്കുന്നത് പിന്നെ പാട്ട് അമ്മ മാനെന്നും വിളിക്കില്ല അപ്പോ ഞാൻ പറയൂല തെറിയ നീ സൗദം അല്ല ആസ്പെറ്റോസ് ആണ് നീ ആസ്പെറ്റോസാ അതുണ്ട് ആസ്പെറ്റോസ് അപ്സരസിനാണ് ഇയാൾ ആസ്പെറ്റോസ് എന്റെ അമ്മ ആസ്പെരസിന് ഇയാൾ ആസ്പെറ്റോസ് എഴുതി വെച്ചിരിക്കുന്നത്
എന്ന് കാലായിട്ട് അക്ഷരം കൂടെ തെളിഞ്ഞില്ല. അല്ല എന്ന് ഭയങ്കരൻ. ഭയങ്കരൻ അതാര്? ചങ്കാരായി. ആ ഭയങ്കരൻ തന്നെ വൃത്തിയാട്ട ഭയങ്കരൻ. ഇത് എപ്പോഴാണ് നിനക്ക് തന്നത്? ചേച്ചി നിങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നില്ലേ? അപ്പൊ കുറച്ച് പാത്രം കഴുകാൻ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അവിടെ കഴുകിക്കൊണ്ട് നിൽക്കായിരുന്നു. അപ്പൊ പുറകെ ഒന്ന് ഷൂ എന്ന് വിളിച്ചിട്ട് ഈ കുന്ത്രാണ്ടം കൊണ്ട് എന്റെ കൈ തന്നിരിക്കുന്നു വൃത്തിയാട്ടവൻ. എന്താ ശങ്കര നീ കാണിച്ചത്? രാവിലെ തൊട്ട് കറങ്ങി നടക്കാണ് എന്റെ പുറകെ. Only love. ആരെ പറയല്ല ദൈവം ഇത് നടക്കലാണ്. എനിക്കേ നാണക്കേട്, പിന്നെ ഞാൻ ആരുടെ പറയാം. ചെല്ല് അച്ഛനോട് ചെല്ല്. നോക്കിക്കോ ഇവന്റെ അന്തി എന്റെ കൈ കൊണ്ട് തന്നെ.